രണ്ടാമത്തെ ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ എന്ന പാഠഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. The students in the picture are trying to make a model of the periodic table as part of group activity. കുട്ടികൾ ഗ്രൂപ്പ് പ്രവർത്തനത്തിലൂടെ പീരിയോഡിക് ടേബിളിൻ്റെ മാതൃക നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. You have learned that the periodic table in which elements are scientifically classified is helpful in the study of chemistry. രസതന്ത്ര പഠനം എളുപ്പമാക്കാൻ മൂലകങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിച്ച പീരിയോഡിക് ടേബിൾ സഹായകമാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. Moreover, you are familiar with the early attempts at the classification of elements and the periodic law proposed by Dmitry Ivanovich Mendeleev. മൂലകങ്ങളുടെ ആദ്യകാല വർഗീകരണ ശ്രമങ്ങളും ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലീഫ് ആവിഷ്കരിച്ച പീരിയോഡിക് നിയമവും നിങ്ങൾക്ക് പരിചിതമാണല്ലോ. In 1869, when Mendeleev prepared the periodic table, there was no clarity regarding the structure of atom or subatomic particles. However, Mendeleev's periodic table had many merits. 1869 മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുമ്പോൾ ആറ്റം ഘടനയെക്കുറിച്ചോ ആറ്റത്തിൻ്റെ കണങ്ങളെക്കുറിച്ചോ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിന് ധാരാളം ഗുണങ്ങളുണ്ടായിരുന്നു. ലിസ്റ്റ് ദ മെറിറ്റ്സ് ഓഫ് മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് 4 പോയിൻറ്റ്സ് എഴുതാം. മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. മേന്മകൾ എന്തെല്ലാം മേന്മകളാണ് ഉണ്ടായിരുന്നത്? എലമെൻറ്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ സെയിം കോളംസ് ആർ കോൾഡ് ഗ്രൂപ്പ്സ്. എന്താണ്? സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം മിക്ക മൂലകങ്ങളെയും ക്രമീകരിക്കാനായിട്ട് കഴിഞ്ഞു. Atomic masses of some elements are corrected according to their properties are rearranged. മൂലക സവിശേഷതകളനുസരിച്ചുള്ള സ്ഥാനം പാലിക്കാത്ത ചില മൂലകങ്ങളുടെ ആറ്റോമിക മാസിലുള്ള തെറ്റ് കണ്ടെത്തി പുനർനിർണയിച്ചു. Vacant space are put for the elements they are not yet discovered. These elements are later discovered indicated properties. അന്നേ വരെ അറിയപ്പെടാത്ത മൂലകങ്ങൾക്കായി സ്ഥലം ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. Arrange all the elements discovered up to that time. This made the study of elements easier. അന്നേ വരെ അറിയപ്പെട്ടിരുന്ന ചില മൂലകങ്ങളുണ്ട്. അവയുടെ ഗ്രൂപ്പുകളിലും പീരീഡുകളിലുമായി വിന്യസിച്ച് മൂലകങ്ങളെക്കുറിച്ചുള്ള പഠനം ലളിതമാക്കാനായിട്ട് കഴിഞ്ഞു. You are also aware of certain demerits of Mendeleev's periodic table. What are they? മെൻഡലീഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ചില പരിമിതികളെക്കുറിച്ചാണ് നമുക്കറിയാലോ. അത് ഏതെല്ലാം? Some elements which show vast difference in properties came under same group. എന്താ പറഞ്ഞിട്ടുള്ളത്? ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള ചില മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. He cannot place a correct position for hydrogen. ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാനായിട്ട് കഴിഞ്ഞില്ല. He cannot keep the correct ascending order of atomic mass in case of all elements. ആറ്റോമിക് മാസിൻ്റെ ആരോഹണക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. Table cannot give correct separate position for isotopes as they possess different atomic masses. ഐസോട്ടോപ്പുകൾക്ക് ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടിക പ്രത്യേകം സ്ഥാനം നൽകാനും കഴിഞ്ഞില്ല. യു ഹാവ് ഓൾസോ ലേൺഡ് അബൌട്ട് ഐസോട്ടോപ്സ്. ഐസോട്ടോപ്പുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഹൗ ഡു ഐസോട്ടോപ്സ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഡിഫർ ഫ്രം വൺ അനദർ. ഒരേ മൂലകത്തിൻ്റെ ഐസോട്ടോപ്പുകൾ തമ്മിൽ എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇൻ മാസ് നമ്പർ ആൻഡ് ആറ്റോമിക് മാസ്. എന്താണ്? മാസ് നമ്പറിൽ ആറ്റോമിക് മാസിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്.
You know that elements are arranged on the basis of atomic mass in Mendeleev's periodic table. Mendeleev periodic table മൂലങ്ങൾ വിന്യസിച്ചിരിക്കുന്നത് ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. Since isotopes have different atomic masses, it is necessary to assign different position for them in the periodic table. ഐസോട്ടോപ്പുകൾക്ക് വ്യത്യസ്ത ആറ്റോമിക് മാസ് ആയതിനാൽ അവയ്ക്ക് ഓരോന്നിനും പീരിയോഡിക് ടേബിളിന് പ്രത്യേക സ്ഥാനം നൽകേണ്ടതല്ലേ. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആർ ദ ഐസോട്ടോപ്സ് ഓഫ് ഹൈഡ്രജൻ ആസ് പെർ Mendeleev's periodic table. It is not possible to assign a specific position to each of them on the basis of atomic mass. ഉദാഹരണത്തിന് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണല്ലോ ഈ തന്നിട്ടുള്ളതെല്ലാം. മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ പ്രകാരം ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ ഇവ ഓരോന്നിനും പ്രത്യേക സ്ഥാനം നൽകാനായിട്ട് സാധിക്കില്ല. Through his X-ray diffraction experiments, Henry Moseley proved that properties of elements depend mainly on atomic number rather than atomic mass. He then revised Mendeleev's periodic law. This is known as modern periodic law. ഹെൻറി മോസ്ലി തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് ആറ്റോമിക് മാസിനെയല്ല, ആറ്റോമിക് നമ്പറിനെയാണ്. തുടർന്ന് അദ്ദേഹം മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ പരിഷ്കരിച്ചു. ഇത് ആധുനിക പീരിയോഡിക് ടേബിൾ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നു. മോഡേൺ പീരിയോഡിക് ലോ. The chemical and physical properties of elements are periodic functions of their atomic numbers. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക് നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഹെൻറി മോസ്ലി തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്ന ആറ്റോമിക് മാസിനെയല്ല, ആറ്റോമിക് നമ്പറിനെയാണെന്ന് കണ്ടെത്തി. ഇങ്ങനെയാണ് മെൻഡലീഫ് തൻ്റെ പീരിയോഡിക് നിയമം പരിഷ്കരിച്ചത്. ഇത് പിന്നീട് ആധുനിക പീരിയോഡിക് നിയമം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്, നമ്മൾ നന്നായി പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ.